കന്യാകുമാരിയും വിവേകാനന്ദ പാറയും വീണ്ടും ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇലക്ഷന്റെ തിരക്കുകളും റാലിയും ചർച്ചകളും ഒക്കെ കഴിഞ്ഞ് മോദി ധ്യാനത്തിനെത്തിയിരിക്കുന്ന ഈ പുണ്യ തീരത്തെക്കുറിച്ച് പലർക്കും അറിയാത്തൊരു കഥയുണ്ട്. കുരിശ് പൊളിച്ചുകൊണ്ടാണ് അവിടെ വിവേകാനന്ദ സ്മാരകം ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്കറിയാമോ? തമിഴ്നാട് സംസ്ഥാനത്താണ് വിവേകാനന്ദ പാറ എങ്കിലും കേരളവുമായി ബന്ധപ്പെട്ട നിരവധി ചരിത്രങ്ങൾ ഇതിന് പറയാനുണ്ട്. 1962 കൊയിലാണ്ടിയിൽ നിന്ന് എത്തിയ RSS പ്രവർത്തകർ വിവേകാനന്ദ പാറയിൽ ഒരു നിർണായക ഓപ്പറേഷൻ നടത്തിയിരുന്നു. കന്യാകുമാരിയിൽ നിന്നും 593 കിലോമീറ്റർ അകലെയുള്ള കൊയിലാണ്ടിയിലെ സംഘപ്രവർത്തകരെയാണ് അന്ന് ഓപ്പറേഷനായി സംഘം നിയോഗിച്ചത്. 1962 ജനുവരിയിൽ സ്വാമി വിവേകാനന്ദന്റെ 100ാം ജയന്തിയോടനുബന്ധിച്ച് സ്വാമി ധ്യാനിച്ചിരുന്ന പാറയിൽ ഒരു സ്മാരകം പണിയണമെന്ന് കന്യാകുമാരി നിവാസികൾക്ക് ഒരു ആഗ്രഹമുണ്ടായി. വിവേകാനന്ദ സ്വാമികൾക്കായുള്ള ഒരു സമർപ്പണമായിരുന്നു ആ നീക്കത്തിന് പിന്നിൽ. തീരത്ത് നിന്നും പാറയിലേക്ക് പ്രവേശനം സുഗമമാക്കാനുള്ള തയ്യാറെടുപ്പുകളും തുടങ്ങാൻ തീരുമാനിച്ചു. പാറയിൽ വിവേകാനന്ദ സ്മാരകം പണിയുക, അതിലേക്കൊരു നടപ്പാലം നിർമ്മിക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടി കന്യാകുമാരിയിലെ ഏതാനും നിവാസികൾ ചേർന്ന് കന്യാകുമാരി കമ്മിറ്റിക്ക് രൂപം നൽകി. മദ്രാസിലെ രാമകൃഷ്ണ മിഷനും ഇതേ ആശയമുണ്ടായിരുന്നു. ഇരു സംഘടനകളും ചേർന്ന് വിവേകാനന്ദ സ്മാരകം എന്ന ഉദ്യമത്തിനായി ഒന്നിച്ചെങ്കിലും കന്യാകുമാരിയിലെ മുക്കുവരായ ചില നാട്ടുകാർ അവിടുത്തെ പള്ളികളുടെ നേതൃത്വത്തിൽ ഒരു നിർദ്ദേശം വച്ചു. കന്യാകുമാരി ഞങ്ങളുടെ നാടാണെന്നും അതിനാൽ വിവേകാനന്ദ സ്മാരകം പാറയിൽ ഉയരുമ്പോൾ ഒരു വലിയ കുരിശും സ്ഥാപിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ആ കുരിശ് കരയിൽ നിന്നും, അതായത് 1/2 കിലോമീറ്റർ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണാവുന്ന വിധം വലിയ കുരിശായിരിക്കണമെന്നും പറയുന്നു. ഇതാദ്യമായിരുന്നു ക്രിസ്ത്യാനികൾ ഇത്തരത്തിൽ പാറയിൽ ഒരു കുരിശ് ആവശ്യപ്പെടുന്നത്. പാറയിൽ അവകാശവാദങ്ങൾ ഒന്നും ഉന്നയിച്ചില്ല എങ്കിൽ പോലും കുരിശ് വേണം എന്ന വാദത്തിൽ കന്യാകുമാരിയിലെ മുക്കുവരും പള്ളികളും ഒന്നിച്ചു നിന്നു. ഇതോടെ വിഷയം രൂക്ഷമായി. ഹിന്ദുക്കൾക്കിടയിൽ എതിർപ്പുണ്ടായി. രാജ്യത്ത് പലയിടത്തുമുള്ള സന്യാസിമാർ മറ്റൊരു നിർദ്ദേശം വെച്ചു. കുരിശ് തീരത്ത് സ്ഥാപിക്കുക, വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദ സ്മാരകം മാത്രം മതി. എന്നാൽ എതിർപ്പ് അവഗണിച്ച് കരയിൽ നിന്നും കാണാവുന്ന വിധത്തിൽ ഒരു വലിയ കുരിശ് അവർ പാറയിൽ നാട്ടി. അങ്ങനെ വിവേകാനന്ദ പാറയിൽ കുരിശ് സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് പ്രദേശത്തെ ഹൈന്ദവർക്കിടയിൽ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധമുണ്ടായി. തങ്ങളുടെ ആരാധനാ സ്ഥലമായ പാറയിൽ കുരിശ് നാട്ടിയ നടപടിയെ അവർ ചോദ്യം ചെയ്തു. അത് കോടതിയിലെത്തി. ഒടുവിൽ പാറ വിവേകാനന്ദ പാറയാണെന്നും കുരിശ് നാട്ടിയത് കടന്നുകയറ്റമാണെന്നും മദ്രാസ് സർക്കാരിന്റെ ജുഡീഷ്യൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. എന്നിട്ടും കുരിശ് നീക്കം ചെയ്യാൻ പോലീസും സർക്കാരും തയ്യാറായില്ല. കോടതി വിധി എതിരായിട്ടും ക്രിസ്ത്യൻ സംഘടനകൾ കുരിശ് നീക്കിയില്ല. തുടർന്നായിരുന്നു കന്യാകുമാരിയിലേക്ക് 600 കിലോമീറ്റർ അകലെ നിന്നും കൊയിലാണ്ടിക്കാരുടെ ഓപ്പറേഷൻ വന്നത്. കൊയിലാണ്ടിൽ നിന്നും തിരഞ്ഞെടുത്ത RSS പ്രവർത്തകർ കന്യാകുമാരിയിലെത്തുകയും രാത്രിയിൽ കുരിശ് മാറ്റാനുള്ള ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു. കൊയിലാണ്ടിൽ നിന്നെത്തിയ RSS പ്രവർത്തകർ പാറയിൽ നിന്ന് കുരിശ് നീക്കം ചെയ്യുകയും പ്രദേശത്ത് സാമുദായിക അസ്വസ്ഥത ഉടലെടുക്കുകയും കൂടി ചെയ്തു. ഇതേ തുടർന്ന് വിവേകാനന്ദ പാറ നിരോധിത മേഖലയായി പ്രഖ്യാപിക്കപ്പെടുകയും സർക്കാർ കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. പാറ കാണാൻ വരുന്നതും എല്ലാം വിലക്കി പോലീസ് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പാറ കന്യാമേരി പാറയാണെന്ന് അവകാശപ്പെട്ട് കത്തോലിക്കർ പ്രക്ഷോഭത്തിനിറങ്ങിയതോടുകൂടി സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയായിരുന്നു. പാറ വിവേകാനന്ദ പാറ തന്നെയാണെന്നും എന്നാൽ പാറമേൽ തൽക്കാലത്തേക്ക് നിർമ്മാണങ്ങളൊന്നും പാടില്ലെന്നും സർക്കാർ ഉത്തരവിറക്കി. വിവേകാനന്ദ സ്മാരക ശിലയൊരെണ്ണം പാറയിൽ സ്ഥാപിക്കുക എന്നത് മാത്രമേ ചെയ്യാനാകൂ എന്ന് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു. 1963 ജനുവരി 17 ശിലാഫലകം സർക്കാർ ഉത്തരവ് പ്രകാരം പാറയിൽ സ്ഥാപിച്ചു. വിവേകാനന്ദ സ്വാമികളുടെ ശിലാഫലകമായിരുന്നു. എന്നാൽ കുരിശ് നീക്കം ചെയ്തതിന് പ്രതികാരമായി അതേ വർഷം മെയ് മാസത്തിൽ ശിലാഫലകം തകർത്ത് കടലിൽ എറിഞ്ഞു. തുടർന്ന് കന്യാകുമാരി കമ്മിറ്റി ദേശീയ തലത്തിലുള്ള നേതാക്കളുടെ സഹായം തേടുകയും അന്നത്തെ രാഷ്ട്രീയ സ്വയം സേവക സംഘം മേധാവിയായിരുന്ന ഗുരുജി ഗോൾവാക്കറുടെ നിർദ്ദേശപ്രകാരം RSS ജനറൽ സെക്രട്ടറി ഏക്നാഥ് റാനഡെ സഹായത്തിനെത്തുകയുമുണ്ടായി. പാറയിൽ ശിലാഫലകം മുക്കുവർ തകർക്കുമ്പോൾ ഏക്നാഥ് റാനഡെ കൽക്കട്ടയിലായിരുന്നു. ശ്രീരാമകൃഷ്ണ മിഷന്റെ പിന്തുണയോടുകൂടി അദ്ദേഹം വിവേകാനന്ദ സ്മാരക സമിതിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി. അദ്ദേഹം കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ എത്തുകയും അവിടെ വിവേകാനന്ദന്റെ സ്മാരകം സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനെല്ലാ പിന്തുണയും അന്നത്തെ സർക്കാർ നൽകിയിരുന്നു. മുക്കുവർ എതിർത്തുവെങ്കിലും ശക്തമായ പോലീസ് സംവിധാനത്തിൽ വിവേകാനന്ദ പാറ വിവേകാനന്ദന് തിരികെ കിട്ടുകയായിരുന്നു. പിന്നീട് ക്രിസ്ത്യൻ വിഭാഗം അവകാശവാദമൊക്കെ പൂർണ്ണമായും ഉപേക്ഷിച്ചു. വിവേകാനന്ദ പാറയും മോദിയുടെ തപസ്സും വീണ്ടും ചർച്ചയാകുമ്പോൾ കന്യാകുമാരിയെക്കുറിച്ചുള്ള നിരവധി കഥകളും വീണ്ടും ഉയർന്നു വരികയാണ്.